ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിച്ചു. മുനമ്പം ഹാർബറിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ലേലഹാളിൻ്റെയും വാർഫിൻ്റെയും അറ്റകുറ്റപ്പണികൾ ഉടൻ ആരംഭിക്കുക, തകർന്നു കിടക്കുന്ന ഹാർബർ റോഡ് പുതുക്കി പണിയുക, ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ അവസാനിപ്പിക്കുക, ഹാർബർ മാനേജ്മെൻറ്റ് സൊസൈറ്റിയിൽ തൊഴിലാളികളുടെയും പ്രദേശവാസികളുടെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുനമ്പം മത്സ്യ കയറ്റിറക്കി തൊഴിലാളി യൂണിയൻ CITUവിൻ്റെ നേതൃത്വത്തിൽ മുനമ്പം ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിച്ചു. കയറ്റിറക്ക് തൊഴിലാളി യൂണിയൻ CITU പ്രസിഡന്റ് AK ഗിരീഷിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉപരോധ സമരം CPIM പള്ളിപ്പുറം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AS അരുണ ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ AK ഉല്ലാസ് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുബോധ ഷാജി, MMBS പ്രസിഡന്റ് KB രാജീവ്, സെക്രട്ടറി ജോസഫ് വളാട്ടുപുറത്ത്, CN ഷൈജു, AR ബിജുകുമാർ, PB സാമ്പൻ, PT സുജോയ് എന്നിവർ പ്രസംഗിച്ചു. ഡിസംബർ മാസത്തിലേക്ക് ആ സമയം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതിന്റെ ശ്രമിക്കും മറ്റു കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. അതാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന അനാസ്ഥ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ അവസാനിപ്പിക്കണം എന്നുള്ളത്. അപ്പൊ അത്തരം വീഴ്ചകൾ വന്നതുകൊണ്ടാണ് ഇപ്പൊ ഈ ഹാർബർ ഇത്തരത്തിലേക്ക് കിടക്കേണ്ടതായിട്ട് വന്നത്. ഇനിയിപ്പോ ആഗസ്റ്റിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഈ ഹാർബറിന്റെ അകത്ത് യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കാൻ കഴിയാത്തൊരവസ്ഥയിലുള്ളത്. അപ്പൊ അതാണ് ഇതിന്റെ അവസ്ഥ. ഇവിടെ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണ്ട സമയത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഹാർബറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ അത്യാവശ്യമായ കാര്യങ്ങൾ നടക്കാത്തൊരവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായി രൂപപ്പെടുന്നത്. ഞാൻ കൂടുതലായി ഇതിലേക്ക് സംസാരിക്കുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ഉപരോധ സമരത്തിന്റെ അധ്യക്ഷൻ നമുക്കറിയാം, ഈ ഇവിടുത്തെ തൊഴിലാളിയും യൂണിയന്റെ പ്രസിഡന്റും കൂടിയായിട്ടുള്ള സഖാവ് AK ഗിരീഷിന് ഇതിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് CPIMന്റെ ഏരിയ കമ്മിറ്റി മെമ്പറും പാർട്ടി ലോക്കൽ സെക്രട്ടറി കൂടിയായ സഖാവ് അരുണ സഖാവിനെ ഈ ഉപരോധ സമരത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അടക്കം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഉപരോധ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ ഹാർബറിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ പേരെയും ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള KB രാജീവ്, നമുക്കറിയാം KB രാജീവിനെ പുറത്തിറക്കിയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ ഹാർബറിന്റെ ഇന്നത്തെ ഈ അവസ്ഥ, അതിൻ്റെ ശുദ്ധീകരണ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും സമയബന്ധിതമായി ഇടപെട്ടുകൊണ്ട് ഒരു സമയത്ത് ഈ ഹാർബർ ഈ രീതിയിലാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് KB രാജീവ്. KB രാജീവിനെ ഈ ഉപരോധ സമരത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തടയുന്ന അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് സാമന്യാർത്ഥ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ഓട്ടോണേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ജോസഫ് വളാട്ടുപുറത്ത്. അപ്പൊ ഇവര് എല്ലാവരും ഇപ്പൊ ഇവിടെ എത്തിയിട്ടുള്ള ഈ ഉപരോധ സമരത്തിലെ അഭിവാദ്യം ചെയ്യാൻ അടക്കം ഇതിന്റെ ശോചനാവസ്ഥ പരിഹരിക്കണമെന്നുകൊണ്ട് വിവിധ തലങ്ങളിൽ ഈ ഹാർബറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും വിവിധ ഘട്ടങ്ങളിലായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇതിന്റെ ശോചനാവസ്ഥ പരിഹരിക്കണം, ഇതാണ് ഇതിന്റെ അവസ്ഥ എന്നുള്ളതാണ്. ഇതൊന്നും പരിഹരിക്കപ്പെട്ടത്. പിന്നെ മാനേജ്മെന്റ് സൊസൈറ്റി ജനാധിപത്യ വിശ്വാസികളെ നാട്ടുകാർ, ഈ സമരത്തിന് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ ചുരുക്കി സഖാവുകൾ പാടുന്നത്. ഹാർബർ എന്നുള്ളത് ഇന്നലെ ഉണ്ടായതാണ്. പക്ഷെ ഇത് കടവായിരുന്നു. കടവ് എന്ന് പറയുന്നത് ആ കടവ് ഹാർബറായി മാറാൻ വേണ്ടി ഈ നാട്ടിലെ പൊതുപ്രസ്ഥാനങ്ങൾ, പൊതുപ്രവർത്തകർ, നാട്ടുകാർ നിരവധിയായ ത്യാഗങ്ങളുടെ ഒരു അനുഭവങ്ങളുടെ ഒരു ഉദാഹരണമാണ്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ ഹാർബർ ഉണ്ടാകാൻ വേണ്ടി ത്യാഗം സഹിച്ച നാട്ടുകാരുടെയും അത് പണിയെടുക്കുന്ന തൊഴിലാളികളെല്ലാം തൊഴിലിൻ്റെ രീതിയിലേക്കാണ് ഹാർബർ പ്രവർത്തനം. നമുക്കറിയാം, ഇന്ത്യക്കകത്തെ ഏറ്റവും ആദ്യത്തെ മാതൃക ഹാർബറാണ്. ഇതിനെ മാതൃകയാണെന്ന് പറയുന്നത് ബന്ധപ്പെട്ട അന്വേഷിക്കേണ്ടതാണ്. ഇവിടെ നിന്നാണ് യൂറോപ്യൻ യൂണിയൻ വന്ന് അവർ പരിശോധിച്ച് എക്സ്പോർട്ടിങ്ങിന് ലൈസൻസ് കൊടുക്കുന്നത് ഈ മുനമ്പം ഫിഷിംഗ് ഹാർബറിൽ നിന്നാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ വന്നാൽ പിറ്റേ ദിവസം
ഈ ഹാർബർ അടച്ചു വീഴുന്നത്. അത്രയ്ക്ക് വൃത്തിഹീനവും മാലിന്യ കുമ്പാരമാണ്. ഞങ്ങൾക്ക് ആരും ദിവസന്മാർ പറയുന്നത് ഞങ്ങൾക്ക് 10 മണിക്ക് പഞ്ച് ചെയ്യണമെന്നാണ്. 10 മണിക്ക് പഞ്ച് ചെയ്യണമെന്ന് വാശി ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെ അർത്ഥിതമായ ഉത്തരവാദിത്വം നിർവഹിച്ച ആളാണ്. ഞങ്ങൾക്ക് നിങ്ങളൊന്നും ഒരാൾ വ്യക്തിപരമില്ല. ഇത് ഞങ്ങളുടെ ആരെയും വ്യക്തിപര കാര്യമല്ല. ഇത് ഒരു നാടിന്റെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സമ്പദ്ഘടനക്കകത്ത് 20% സംഭാവന ചെയ്യുന്ന ഒരു വിഭാഗത്തിന്റെ രോദനമാണ്. അത് കണ്ടില്ല എന്നടിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ്. ഞങ്ങൾക്ക് നിങ്ങൾ പഞ്ച് ചെയ്യുന്നതോടോ അല്ലെങ്കിൽ നിങ്ങളെ ജോലി നടത്തിപ്പിച്ചുകൊണ്ട് ആകാനല്ല. നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ കാണുന്നില്ല. ഞാൻ പറയാം, ഉദാഹരണം പറയാം. അനാഥ പറഞ്ഞാൽ ഈ മതിലാണ്. ഈ മതിലെ ഒരു ദിവസം ഇടിച്ചു വീണു. പിറ്റേ ദിവസം ആ മതിൽ പിറ്റേ ദിവസം ഫണ്ടുണ്ടായി, AS കിട്ടി, TS കിട്ടി, പണി കാണല്ല. പിറ്റേ ദിവസം കാരണം അവരുടെ സ്വകാര്യ വിഭാഗം വരും. ഫണ്ട് മാസമാകണം, എന്റെ AS കൊടുക്കണം, TS കിട്ടണം, എന്നിട്ട് പിന്നെ ടെൻഡർ ചെയ്യണം, കോൺട്രാക്ട് എടുക്കണം, പിന്നെ അയാളുടെ പണി ചെയ്യണം. അപ്പോഴും അതിന്റെ ഈ രാഷ്ട്രീയ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ജൂൺ മാസം 1-ാം തീയതി ട്രോളിംഗ് ബാൻ വരും, എല്ലാവർക്കും അറിയാം. അപ്പൊ എന്ത് ചെയ്യണം? നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ ട്രോളിംഗ് ബാൻകാർക്ക് ഹാർബറിനകത്തെ ആ ശോചനീയാവസ്ഥ പരിഹരിക്കാനുള്ള നിലപാട് സ്വീകരിക്കട്ടെ. അതിൽ മാനേജിംഗ് സൊസൈറ്റി വന്നിട്ട് 4 തവണയായി മാനേജിംഗ് സൊസൈറ്റി ഉൾപ്പെടുന്ന ആളെ ലിസ്റ്റ് കൊടുത്ത കാര്യങ്ങളെ കുറിച്ച് സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും എല്ലാം വിശദീകരിക്കേണ്ടത്. ഈ ഹാർബറിന്റെ ഒരു ചരിത്രമുണ്ട്. ഇതിങ്ങനെ വെറുതെ ഓടി നടന്ന് കളിച്ചിരുന്ന ആളുകളാണ്. ഒട്ടേറെ ജീവൻ പൊടിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇവിടുത്തെ ആളുകളെ ബന്ധപ്പെട്ടുകൊണ്ട് പുരോഗമന പ്രസ്ഥാനങ്ങളും അതുപോലെ ഞങ്ങളുടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തകരുമെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു ഹാർബർ വേണമെന്ന് ആവശ്യപ്പെടുകയും നേരത്തെ ഗിരീഷ് പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് EK നായർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് ഈ ഹാർബറിന് തർക്കമിട്ട്. ആ തർക്കമിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ പോയി, പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ്, പിന്നെ EK നായർ 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഈ ഹാർബർ ഈ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ആ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചതായിട്ടാണ് എനിക്ക് അനുഭവമുണ്ട്. എന്നാൽ ഇപ്പൊ കുറെ നാളുകളായിട്ട് ഞങ്ങളാരും ഈ ഉദ്യോഗസ്ഥന്മാർക്കോ മറ്റുള്ളവർക്കോ എതിരല്ല. അതിനെക്കുറിച്ചെല്ലാം ഗിരീഷുടെ സൂചിപ്പിച്ചു. ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെ ബസ്സിറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ സുഖമില്ലാത്തവരുണ്ട്, നല്ലവരായിട്ടുള്ളവരുണ്ട്. ഇവരൊക്കെ വരുമ്പോൾ ആ റോഡിൽ ചവിട്ടി വരുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എപ്പോഴാണ് പറഞ്ഞിട്ടില്ലേ ഈ 2 വീലറായിട്ട് പോകാൻ പാടില്ല, വാഹനങ്ങളായിട്ട് പോകുമ്പോഴല്ല ആ റോഡിന്റെ അവസ്ഥ വളരെ ദുരവസ്ഥയാണ്. ഹാർബറിൽ വരുന്ന ആളുകൾ മാത്രമല്ലല്ലോ, ഇവിടുത്തെ ഞങ്ങൾ ഈ പ്രാദേശികവാസികളായിട്ടുള്ള ആളുകൾ നടന്നു പോകാൻ കുഞ്ഞു മക്കളൊക്കെ നടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് നടക്കാൻ പറ്റാത്ത അത്ര കണ്ട് വളരെ മോശമായ ഈ റോഡിന്റെ അവസ്ഥ. ഇത് പരിഹരിക്കാൻ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കണ്ടേ? ഉദ്യോഗസ്ഥന്മാരുടെ കാലഘട്ടം കഴിഞ്ഞു. ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ജനങ്ങളും പങ്കെടുത്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. ആ ഒരു ഉദ്യോഗസ്ഥന്മാരുടെ മേൽക്കോയ്മയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ വിജയിക്കില്ല എന്നുള്ള അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ന് നേരത്തെ പറഞ്ഞ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട്. ഈ സൊസൈറ്റി ഉള്ളപ്പോഴാണ് ആ മെമ്പർ സെക്രട്ടറി കൂടി ബന്ധപ്പെട്ട ചെയർമാൻ, കളക്ടർ, മെമ്പർ സെക്രട്ടറി ഉണ്ട്. ഈ 2 കൂട്ടർക്കും അറിയാം ഈ സൊസൈറ്റി പിന്നെ ഇല്ലാത്തത്. ഇവിടുത്തെ ഹാർബറിലെ തൊഴിലാളികളെ ബന്ധപ്പെട്ടുള്ള സൊസൈറ്റി ഉണ്ട്. അതേപോലെ പ്രാദേശികവാദികളായിട്ടുള്ള ആളുകളെ കൂടി ഇതിൽ പങ്കെടുപ്പിച്ചാൽ മാത്രമാണ് ഈ പ്രദേശത്ത് എന്ത് നടക്കുന്നു, എങ്ങനെ നടക്കണം എന്ന് പറയാനുള്ളത്. അല്ലാതെ ഉദ്യോഗസ്ഥന്മാരുടെ കുറെ കാര്യങ്ങളൊന്നും ഫയൽ വെച്ച് അത് വിജയിപ്പിക്കാൻ തീരുമാനിക്കലല്ല. പ്രദേശത്തെ വിവരങ്ങൾ എങ്ങനെ നടന്നുകൊണ്ടു പോകണം. ഈ ഹാർബറിന്റെ ഈ ഭാഗത്ത് വന്നതിന് പിന്നെ കിടക്കാനില്ല. ഈ അടുത്ത അവസരത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ആളുകൾ ഇതിന്റെ അകത്ത് വന്നതായിട്ട് എന്റെ അടുത്ത് വന്നിരുന്നതാണ്. ആരോഗ്യ വകുപ്പിന്റെ ആളുകൾ വന്നിട്ട് അവിടെ ഡെങ്കിപ്പനി വ്യാപകമാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഡെങ്കിപ്പനി വ്യാപകമാണ്. ആ പനി മേടിക്കുന്നത് ഇവിടുന്നൊക്കെ ഹാർബറിൽ നിന്ന് പോകുന്ന ആളുകൾ ഒക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ ആ മാലിന്യങ്ങളായിട്ട് ഞങ്ങളുടെ കമ്മിറ്റി മറ്റു പ്രസിഡന്റ്
MMBSന്റെ സെക്രട്ടറി ജോസഫ് കൊളാട്ടൂർ, അതുപോലെ CITU എല്ലാവർക്കും ഇന്ന് ഈ സമരം CITUവിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നതെങ്കിലും ഈ വിഷയം 2-3 കൊല്ലമായി ഞാൻ ഇവിടെ JDU നവകേരള സദസ്സിന് മുൻപ് ഇവിടെ വന്ന ADയുടെ നേതൃത്വത്തിൽ നടന്ന മീറ്റിംഗിലെല്ലാം ഞാൻ ഈ ഹാർബറിന്റെ ചോദ്യം ഈ റോഡിന്റെയും അന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായിട്ടുള്ളൂ. നവകേരള സദസ്സിൽ ഞാൻ അതിന്റെ ലെറ്റർ കൊടുത്തിട്ടുള്ളതാണ്. ഈ കായലും കരയും തെറ്റ് ചെയ്യണമെന്നും ഈ ഹാർബറിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നവകേരള സദസ്സിൽ ഇത് ബഹുമാനപ്പെട്ട മന്ത്രി ചെറിയ സഹാബികൾക്ക് കൊടുത്തിട്ടുള്ള ഈ കഴിഞ്ഞ 2-3 കൊല്ലമായി ഞാൻ കൂടുതലായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാറില്ല. ഇവിടെ ഉള്ള ഇപ്പൊ നിൽക്കുന്ന ഈ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റില് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ജോലിക്കാരി 20% വരും എന്റെ സുഹൃത്തുക്കൾ. അവർ നേരത്തോടെ ഞാൻ 19 വയസ്സിൽ ഹാർബർ വന്നു, ഇപ്പൊ 61 വയസ്സായി. ഈ നിൽക്കുന്നതിൽ ഈ ദിവസം പലരും എന്റെ കൂടെ പഠിക്കുന്ന ആളുകളെടുത്ത ജോലിക്കാരൻ, ഞാൻ ഹാർബറിലെ ജോലിയാണ്. പുള്ളിക്കാരി പോലെടുത്ത ജോലിക്കാരി ഉമാമേളം എന്നെ പോയി പഠിച്ചിരുന്നു. പുള്ളി വലിയ കാമക്കായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇത്തരം വിഷയങ്ങൾ ഇവിടെ ഈ മാനേജ്മെന്റ് സൊസൈറ്റി രൂപീകരിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള മീറ്റിംഗിൽ ഞാൻ അന്ന് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും ഹാർബർ ഡിപ്പാർട്ട്മെന്റ് കീഴിലല്ലാതെ ഒരു മാനേജ്മെന്റ് സൊസൈറ്റിയുടെ ആവശ്യമില്ല. ഈ മാനേജ്മെന്റ് സൊസൈറ്റി രൂപീകരണത്തിന് ശേഷം ഇവിടെ നടന്നിട്ടുള്ള എല്ലാം അതിക്രമങ്ങളാണ്. ഇവിടെ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള ഭൂമി പോലും എല്ലാവർക്കും 15-20% വർധനവും അതിലൂടെ GST. ഞങ്ങളുടെ സ്വാതന്ത്ര്യം മൊത്തം കടന്നു ഈ സൊസൈറ്റി. ഇവിടെ 2000-ലാണ് ഈ ഹാർബറിൽ ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ഇരിക്കുമായിരുന്നു. അദ്ദേഹത്തിന് സേനായി നിന്നാണ് സ്വീകരിക്കുന്നത്. ബഹുജന സമ്മേളനം ഈ ഹാർബറിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ എന്റേതായ പങ്ക് വഹിക്കുന്നത്. ഞാൻ തടയേണ്ടത് തടഞ്ഞിട്ടുണ്ട്. ചെറുപുഴിന്റെ ഇറങ്ങിയിട്ടുണ്ട്, അവിടെയൊക്കെ പൊളിഞ്ഞിട്ട്. ഇത് ഇപ്പോഴും ഞാനിവിടെ തിരിഞ്ഞു നോക്കുന്നത് ഇവിടെ ഇപ്പോ കഴിഞ്ഞ ജയിൽ സാധു സാറായി ഈ ഹാർബർ ഇങ്ങനെയൊക്കെ എന്നേ ഞാൻ ഇപ്പോഴും പറയും. ഇവിടുത്തെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത ഒരു ഏരിയയായിരുന്നു സാധു. മഹേഷ് സാറിന് വരുന്നില്ല, എന്തുകൊണ്ട് വരുന്നില്ല? അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന പ്രവൃത്തി കൊണ്ട് മഹേഷ് സാറിനോട് വരാൻ പറ്റുന്നതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഞാൻ നിലവിലാണ് മഹേഷ് സാറിനെ കാണാൻ കൊടുക്കുന്നത്. ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസവും ഞാൻ സാറിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. CPIM നേതാവും CITU നേതാവുമായ ശ്രീമതി സരുണ ഈ സമരത്തെ അഭിസംബോധന ചെയ്യാനും ആശംസകൾ അർപ്പിക്കാനും എത്തിയിട്ടുള്ള വിവിധ സംഘടനാ രംഗത്തെ നേതാക്കന്മാരെ, CITU യൂണിയന്റെ പ്രവർത്തകരെ, ഏറെ നാളുകളായി ഈ ആവശ്യങ്ങൾ വിവിധ സംഘടനകൾ ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി. എത്രയൊക്കെ പ്രതിഷേധങ്ങളെ കണ്ടിട്ടും കണ്ടില്ലാന്ന് വെച്ച് ഇത്തരം ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ. പല രീതിയിലുള്ള ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു നാടാണ് ഈ മുനമ്പം. അതുകൊണ്ട് എത്രയും വേഗം ജനങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കാതെ സമൂഹ നന്മയ്ക്ക് വേണ്ടി മാനേജ്മെന്റ് സൊസൈറ്റിയും ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കണമെന്നും അത് ഈ നാട്ടുകാർക്ക് പ്രയോജനകരമായ രീതിയിൽ വിനിയോഗിക്കണമെന്നും
മാത്രമാണ് ഈ വേദിയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്ന് ഈ ഹാർബറില് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്ന എക്സ്പോർട്ടായിട്ട് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹാർബറിലൊന്നാണ് മലബാർ ഫിഷിംഗ് ഹാർബർ. ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയോ നിലവിലുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയോ ഈ കുറച്ചു കാലങ്ങളായിട്ട് യാതൊരുവിധ ശ്രദ്ധയും കൊടുക്കാത്ത ഒരു സ്ഥിതിയാണുള്ളത്. ഈ ലേല ഹാളിന്റെ മുകളിൽ ഉള്ള ആസ്പെക്ട് ഷീറ്റ് നിലവിൽ ഒരിടത്തും കാണാത്ത ഒരു സംവിധാനമാണ്. ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആ ആസ്പെക്ട് ഷീറ്റുകൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചതായിട്ട് കാണുന്നില്ല.